സർക്കാരിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന നിരാഹാര സമരം 20 ദിവസത്തേക്ക്, രാപ്പകൽ സമരം 50 ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. പക്ഷേ ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് കൂടി ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആശാവർക്കറിൻ്റെ നേതാവ് ബിന്ദു നമുക്കൊപ്പം ചേരുകയാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, സർക്കാരിൻ്റെ നിലപാട് അതിനോട് എന്ത് പറയും? സർക്കാരിൻ്റെ നിലപാട് മാറ്റണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രപ്പോസലാണ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളത് സ്വീകരിക്കണം, സമരം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. നമുക്കത് കഴിയില്ല. ഞങ്ങൾ വെച്ച ഡിമാൻഡ് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, തൊഴിലാളി യൂണിയൻ നേതാവ് എന്നുള്ള നിലയിൽ ഈ തൊഴിലാളികളുടെ വിഷയത്തെ കാണണമെന്നും അതിനൊരു സെറ്റിൽ ചെയ്യാനുള്ളൊരു നിർദ്ദേശം വയ്ക്കാൻ ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവസാനം അങ്ങനെ ഒരു സമീപനത്തിൽ തന്നെയാണ് പോയത്. പിന്നീട് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്താണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. എന്തെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഞങ്ങൾ ഈ സമരമായിട്ട് ഇവിടെ ഉണ്ടാവും. അവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മന്ത്രി വരെ നിലപാട് മാറ്റുകയാണ്. ഇല്ല, അത് അദ്ദേഹം അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയത്തില്ല. ചില ആളുകൾക്ക് എന്തായാലും ഇത് ഇങ്ങനെ സെറ്റിൽ ചെയ്ത് പോകാതിരിക്കണം എന്നുള്ള ഒരു കടുംപിടുത്തം ഇതായിട്ടാണ് നമുക്ക് ഈ ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായത്. അത് ആ ഘടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. സമരത്തിന്റെ അടുത്ത ഘട്ടം എന്നെങ്കിൽ ഏപ്രിൽ 12 എന്താണ്? ഏപ്രിൽ 12 കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പൗരസാഗരം എന്നൊരു പരിപാടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇന്ന് വരെ നമ്മുടെ ഈ സമരഭൂമിയിൽ നിന്ന് വന്ന് നമ്മളെ പിന്തുണച്ചിട്ടുള്ള മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും അവരുടെ ഇനിഷ്യേറ്റീവിൽ ആലോചിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കറിയാലോ, കവി സച്ചിദാനന്ദൻ അടക്കമുള്ള, ബി രാജീവ് അടക്കമുള്ള, ഡോക്ടർ ആസാദ് അടക്കമുള്ള, ജോസഫ് സി മാത്യു അടക്കം, ഡോക്ടർ KG താര, ഇതുപോലെ നിരവധി ഡസൻ കണക്കിന് ആളുകൾ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ സമരത്തോടൊപ്പമാണ്. അവരാണ് ഈ പരിപാടി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സംഘടന കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരോടും 12-ാം തീയതി എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെ തരണം ചെയ്ത് അവർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ ബന്ധുക്കളെയും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനെ അടക്കം ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായൊരു പ്രവർത്തനം എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ പങ്കാളിത്തമാണ് അന്നുണ്ടാകാൻ പോകുന്നത്. സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് സമരത്തെ അവഗണിച്ചുകൊണ്ട് നേരിടുക എന്നൊരു സമീപനത്തിൽ മാറിയോ? അവർക്കങ്ങനെ അവഗണിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണല്ലോ എല്ലാവരുടെ അഭിപ്രായത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. കാരണം എങ്ങനെ അവഗണിക്കാൻ കഴിയും? കേരളത്തിൽ ആരാണ് ഈ സമരത്തിനെതിരെ നിൽക്കുന്നത്? ഇവിടുത്തെ മുഴുവൻ സമുദായ സംഘടനകളും സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ലേ ഈ സമരം സെറ്റിൽ ചെയ്യണമെന്ന്? കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നില്ലേ? ചെറുതും വലുതുമായ മുഴുവൻ സംഘടനകളും അവരുടേതായ തലത്തിൽ ഈ സർക്കാരിന് മേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരം സെറ്റിൽ ചെയ്യണമെന്ന്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ആവശ്യപ്പെടുകയാണ്. ഇവരോടൊപ്പം നിന്നിരുന്ന ഡോക്ടർ KP കണ്ണനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ഇത് ഏറ്റവും ന്യായമാണ് ഈ സമരം സെറ്റിൽ ചെയ്യുന്നത് സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ലേ? ആരാണ് ആവശ്യപ്പെടാതിരിക്കുന്നത്? പിന്നെ എന്താണ്? ചില പിടിവാശിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾക്കാണ് പിടിവാശി എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ വെച്ച ഡിമാൻഡിൽ നിന്നും എത്രയോ താഴെ വന്നിട്ട് ഒരു സെറ്റിൽമെൻറ്റ് ഫോർമുല ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ ഈസിയായി 2 ദിവസത്തിൽ, ഒരു പഠനത്തിൻ്റെ ഒരു ആവശ്യമില്ല, 1-2 ദിവസം കൊണ്ട് സർക്കാരിന് പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാ വകുപ്പുകൾക്കും കൂടി ആലോചിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രഖ്യാപിക്കില്ല എന്ന് കടുംപിടുത്തം പിടിച്ചിരിക്കുന്ന, വാശി പിടിച്ചിരിക്കുന്നത് സർക്കാരാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും വരും ദിവസങ്ങളടക്കം സെക്രട്ടറി മുമ്പിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ അവരുടെ ശക്തമായ സമരരീതിക്കായിരിക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, ഇവരുടെ ചർച്ചയ്ക്ക് ചെയ്ത് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി-മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.